ഹലോ നമസ്കാരം. മാസ്റ്ററിക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഈ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ RRBയുടെയും അതുപോലെ തന്നെ SSCയുടെ എക്സാമുകളിൽ നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് നോക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ SSCയുടെയും RRB NTPCയുടെയും നമ്മുടെ മുൻകാല ചോദ്യങ്ങൾ ചിലത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു സെഷനിൽ. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീ ഹിസ്റ്ററി മുതൽ ഹർഷവർദ്ധൻ്റെ കാലഘട്ടം വരെയാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജൈനിസം, ബുദ്ധിസം, അശോക ആൻഡ് മൗര്യ, ഗുപ്ത എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വേദിക് പീരീഡ് എന്നൊക്കെ പറയുന്നത് ഏതാനും ചില ഉദാഹരണങ്ങളാണ്. നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ മൗര്യൻ എംപയർ വാസ് A. Trade, B. Agriculture, C. Handicraft, D. Tax on livestock. SSC CGL 2015 വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ മൗര്യ സാമ്രാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് BC 321 മുതൽ അറൗണ്ട് BC 180-185 കാലഘട്ടം വരെയുള്ള കാലഘട്ടമാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാര, അശോക ചക്രവർത്തി തുടങ്ങുന്ന പ്രധാനപ്പെട്ട ചക്രവർത്തിമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലയളവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം അല്ലെങ്കിൽ എംപയറിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് B ആണ്, അഗ്രികൾച്ചറാണ്. ട്രേഡ്, ഹാൻഡിക്രാഫ്റ്റ്, ടാക്സ് ഓൺ ലൈഫ് സ്റ്റോക്കും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ മനസ്സിലാകുന്നത് ഒരു വലിയ സാമ്രാജ്യം പ്രാചീന കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വലിയ ഒരു സമൂഹമുണ്ട്, വലിയൊരു പോപ്പുലേഷനാണ്. അവരെല്ലാം തീറ്റിപ്പോറ്റാൻ വേണ്ട ധാന്യങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് മധ്യകാലഘട്ടം വരെ, ഏതാണ്ട് ഒരു മുഗൾ കാലഘട്ടം വരെ തന്നെ ഇന്ത്യയിലെ മനുഷ്യരുടെ ഏത് സാമ്രാജ്യം എടുത്താലും അതിലെ പ്രധാനപ്പെട്ട അതിൻ്റെ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്ന അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാൻഡ് റവന്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സംശയിക്കാതെ തന്നെ നമുക്ക് ആ ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. ഹൂ കമ്പോസ്ഡ് ദ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ? RRB 2016 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് കാളിദാസ, B. ഹരിസേന, C. ബാണ്യഭട്ട, D. വിഷ്ണുഗുപ്ത. നമുക്ക് ഈ 4 പേരും വളരെയധികം പ്രധാനപ്പെട്ട ചില ഓതേഴ്സാണ്. വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് കൗഡില്യൻ എന്നും ചാണക്യൻ എന്നും പേരുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായിരുന്നു. അദ്ദേഹമാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. ബാണഭട്ടൻ എഴുതിയിരിക്കുന്നത് ഹർഷവർദ്ധന എന്ന് പറയുന്ന 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കനൗജിലെ രാജാവിൻ്റെ ചരിത്രമാണ്. ഹർഷചരിത എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി ഹരിസേനയാണ് നമുക്ക് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഹരിസേന എന്ന് പറയുന്ന വ്യക്തി ഗുപ്ത സാമ്രാജ്യത്തിൽ സമുദ്രഗുപ്തൻ്റെ രാജ്യസദസ്സിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിമാരിൽ ഒരാളും കൂടെയായിരുന്നു, പോയറ്റായിരുന്നു. പുള്ളിയാണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനെ നമ്മൾ പ്രയാഗ് പ്രശസ്തി എന്നെഴുതും പറയും. ഈ പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിനെ കുറിച്ച് വളരെ വാഴ്ത്തി അയാളുടെ നേട്ടങ്ങളൊക്കെ പറയുന്ന യുലോഗിയാണ്. യുലോഗി ഈ വാക്കും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെച്ചോണം. EULOGY. അപ്പോൾ ഇദ്ദേഹം അലഹബാദ് പില്ലർ എന്ന് പറയുന്ന പുരാതന അശോക ചക്രവർത്തിയുടെ പില്ലറുണ്ട്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ പില്ലർ കുഴിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അശോക ചക്രവർത്തിയാണ് BC 3ാം നൂറ്റാണ്ടിൽ. പക്ഷേ എന്ന് കഴിഞ്ഞാൽ 700 വർഷത്തിന് ശേഷം ഏതാണ്ട് 5ാം നൂറ്റാണ്ടിൽ ഈ സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇതേ പില്ലറിൽ ഹരിസേന തൻ്റെ വലിയ രീതിയിലുള്ള വാഴ്ത്തുകളൊക്കെ എഴുതി. ഇതാണ് യുലോഗി അല്ലെങ്കിൽ പ്രശസ്തി, പ്രയാഗ് പ്രശസ്തി എന്നും പറയും. ഇതാണ് റൈറ്റ് ആൻസർ. ഇനി നമ്മൾ കാളിദാസ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. കാളിദാസനും ഗുപ്ത സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. സമുദ്രഗുപ്തൻ്റെ മകനായ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന രാജസദസ്സിലെ അംഗങ്ങളിൽ ഒരാളാണ് കാളിദാസൻ. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ ഹരിസേനയാണ്. ഇനി ദ ത്രിപീഠക ആർ സേക്രഡ് ബുക്സ് ഓഫ്? 2019 ഒരു ചോദ്യമാണ്. ജെയിൻസ്, ഹിന്ദുസ്, പാഴ്സീസ്, ബുദ്ധിസ്റ്റ്. റൈറ്റ് ആൻസർ D. ബുദ്ധിസ്റ്റ് ആണ്. ജൈനന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം അല്ലെ സേക്രഡ് ബുക്സ്, എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ടാവുമല്ലോ. ഈ ജൈനന്മാരിൽ 2 വിഭാഗമുണ്ട്, ദിഗംബരന്മാരും
ശ്വേതാംബരന്മാരും. ഇതിൽ ദിഗംബരന്മാർക്ക് സേക്രഡ് ബുക്സ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് തന്നെ പറയാം. അവർ ആചാര്യന്മാരുടെ ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു കാലഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയത് പുനരുദ്ധരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സ്ഥൂലഭദ്രൻ എന്ന് പറയുന്ന ഒരു ജൈന ആചാര്യൻ സ്ഥാപിച്ച ശ്വേതാംബര വിഭാഗം വിശ്വസിക്കുന്ന. അവർക്ക് അങ്കാസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. 12 അങ്കാസ്. ഇതാണ് ജൈനന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം. ഇനി ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളാണ് അവരുടെ സേക്രഡ് ടെക്സ്റ്റുകൾ. അത് സംഹിത, ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത്ത് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കാറ്റഗറി സേക്രഡ് ബുക്സ് വേറെയുണ്ട്. അതിൽ സ്മൃതി, അതുതന്നെ വേദാംഗങ്ങൾ, സൂത്രാസ്, ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര എന്നൊക്കെ പറയും. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ വേദങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്ത് വെക്കണം. പാഴ്സികളുടേത് സെൻറ്റ് അവസ്റ്റ, സൊറാഷ്ട്രിയൻ എന്നാണ് അവരെ ശരിക്കും അവരുടെ ഒരു വിളിപ്പേര്. ഈ പേർഷ്യയിൽ നിന്ന് ഇവർ കുടിയേറിയത് കൊണ്ട് ഇന്ത്യയിലുള്ള പാഴ്സികളെ നമ്മൾ പാഴ്സികൾ എന്ന് വിളിക്കുന്നു, പേർഷ്യക്കാർ എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫിറോസ് ഷാ മേത്തയും ദാദാഭായ് നവറോജിയും മലബാറിയൊക്കെ ഈ പറയുന്ന ഈ സൊറാഷ്ട്രിയൻ പാഴ്സികൾപ്പെട്ടവരാണ്. അവർ സെന്ത് അവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ സെന്ത് അവസ്ഥയിലെ ഭാഷയ്ക്ക് ഋഗ്വേദത്തിലെ സംസ്കൃതത്തിനോട് വളരെയധികം സാമ്യമുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി ദ ടേം ധർമ്മചക്ര പ്രവർത്തന ഈസ് അസോസിയേറ്റഡ് വിത്ത് 2017 SSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ദ ബർത്ത് ഓഫ് ബുദ്ധ, ദ ഡെത്ത് ഓഫ് ബുദ്ധ, ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ, എൻലൈറ്റ്മെൻറ്റ് ഓഫ് ബുദ്ധ. ഈ ചോദ്യം ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ ആദ്യകാലത്ത് ബുദ്ധമതം ആവിർഭവിച്ച് ഏതാണ്ട് BC 1-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ AD 1-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, BC 1-ാം നൂറ്റാണ്ട് AD 1-ാം നൂറ്റാണ്ടിന് ഇടയിലുള്ള കാലഘട്ടം വരെ ഈ നമ്മളുടെ ബുദ്ധൻ്റെ രൂപങ്ങൾ ഒരിക്കലും അവിടെ കൊത്തിയിരുന്നില്ല. അപ്പോൾ ചെളി കൊണ്ടാണെങ്കിലും കല്ലുകൊണ്ടാണെങ്കിലും ബ്രോൺസ് കൊണ്ടാണെങ്കിലും ഒന്നും ബുദ്ധൻ്റെ രൂപം ഉണ്ടാക്കിയിരുന്നില്ല. അതായത് മനുഷ്യരൂപത്തിൽ ഉണ്ടാക്കിയിരുന്നില്ല. ബുദ്ധൻ അത്രത്തോളം വളരെ ഡിവൈനാണ് എന്നുള്ള ഒരു വിശ്വാസം കാരണമാണ്. BC 1-ാം നൂറ്റാണ്ട് AD 1-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഗാന്ധാര എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ബുദ്ധൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ബുദ്ധൻ്റെ രൂപത്തിൽ ബുദ്ധൻ്റെ മുഖം എന്ന് പറയുന്നത് ഗ്രീക്ക് ദേവനായ അപ്പോളോ ദേവൻ്റെ സാദൃശ്യത്തിലാണ് ഈ ഇന്ത്യയിലുണ്ടായിരുന്ന ഇൻഡോ ഗ്രീക്സ് അത് നിർമ്മിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഈ ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയുന്ന അതിന് മുമ്പുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ബുദ്ധൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ സിംബൽസാണ് അവർ കൊത്തിവെച്ചിരുന്നത്. അപ്പോൾ ധർമ്മചക്ര പ്രവർത്തന എന്ന് പറയുന്നത് ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ അറ്റ് സർനാഥാണ്. അതാണ് ഇവർ ധർമ്മചക്ര പ്രവർത്തന എന്ന് പറഞ്ഞ ഒരു സിംബലായിട്ട് കാണിക്കുന്നത്. ഒരു ചക്രമാണ്, നമ്മളുടെ നാഷണൽ ഫ്ലാഗിൻ്റെയൊക്കെ നടുക്കുള്ള അതേ ചക്രം തന്നെ. ഇങ്ങനെയുള്ളൊരു ചക്രമാണ്. അതായത് ബുദ്ധൻ്റെ പ്രബോധനങ്ങൾ ചക്രം പോലെ മുന്നോട്ട് പോകുന്നു. ഇനി ബർത്ത് ഓഫ് ബുദ്ധ, അത് ഒരു ആനയുടെ സിംബലാണ് സാധാരണ ഉപയോഗിക്കുക. ഡെത്ത് ഓഫ് ബുദ്ധ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിനിബ്ബാണ എന്ന് പറയും, ഒരു സ്തൂപത്തിൻ്റെ ചിഹ്നം വരും. എൻലൈറ്റ്മെൻറ്റ് ഓഫ് ബുദ്ധ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ രൂപമായിരിക്കും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ 4, 3, 5 ഒരു 6 സിംബൽസേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം കൊട്ടാരം വിട്ട് സത്യം അന്വേഷിച്ച് പോകുന്നതിനെ ഒരു കുതിരയുടെ രൂപത്തിൽ അവർ കൊത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ബേസിക് സിംബൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ധർമ്മചക്ര പ്രവർത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ, ബുദ്ധൻ ആദ്യമായിട്ട് മതപ്രബോധനം നടത്തിയത് സർനാഥ് ഡിയർ പാർക്കിലാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ നമ്മൾ ഈ 5-6 ചിഹ്നങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ, ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റിനെ വിളിക്കുന്നത് നിർവാണ എന്നാണ്. ബുദ്ധൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോകുന്ന സംഭവത്തെ വിളിക്കുന്നത് മഹാഭിഷ് നിഷ്ക്രമണ എന്നാണ്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ സമാധി, ഡെത്തിനെ വിളിക്കുന്നത് മഹാപരിനിബ്ബാണ എന്നാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് വൺ ഈസ് കൺസിഡർഡ് ദ ഏർലിയസ്റ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ? A. മഹായാന, B. ത്രിപീഠക, C. അഭിധമ്മ, D. മിലിന്ദപൻഹ. റൈറ്റ് ആൻസർ B ആണ്, ത്രിപീഠകയാണ്. ബുദ്ധമതത്തിലെ സേക്രഡ് ടെക്സ്റ്റ് എന്ന് പറയും. ഈ മഹായാന എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, മറിച്ച് ബുദ്ധമതത്തിനെ ഒരു AD 72 അടുത്ത് 4-ാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ച് ബുദ്ധമതം 2ആയിട്ട് പിരിഞ്ഞുപോയി. ഇതിൽ ഈ ഒരു വിഭാഗമാണ് മഹായാന, മറ്റേ വിഭാഗം ഹീനയാന എന്ന് പറയും. അഭിധമ്മ എന്ന് പറയുന്നത് പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്, ത്രിപീഠകയ്ക്ക് ശേഷം എഴുതപ്പെട്ടതാണ്.
അതുപോലെ തന്നെ മിലിന്ദമൻഹ എന്ന് പറയുന്നതും BC 2-ാം നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ടിനടുത്ത് നാഗസേന എന്ന ബുദ്ധമത ഒരു സന്യാസി എഴുതിയതാണ്. ത്രിപീഠക എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ കോർ ടെക്സ്റ്റാണ്. 1-ാം ബുദ്ധമത സമ്മേളനത്തിൽ തന്നെ അതിൻ്റെ 2 ഭാഗങ്ങൾ എഴുതപ്പെട്ടു. അശോക ചക്രവർത്തിയുടെ 3-ാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ അവസാനത്തെ ഭാഗം എഴുതി. ഇതിൽ 1-ാമത്തെ ഭാഗത്തിൻ്റെ പേര് സൂത്ത പീഠക എന്നാണ്. 2-ാമത്തതിൻ്റെ പേര് വിനയപീഠക. ഇതിൽ സൂത്തപീഠക ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധയും വിനയപീഠക ദ സംഘത്തിൻ്റെ നോംസും അതുപോലെ തന്നെ ലോസുമാണ്. ഇത് ബുദ്ധൻ്റെ 2 ശിഷ്യന്മാർ ആനന്ദൻ സൂത്തപീഠകയും ഉപാലി വിനയപീഠക എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി 3-ാം ബുദ്ധമത സമ്മേളനത്തിൽ അഭിധമ്മ പീഠക എന്ന് പറയുന്ന ഒരു പീഠക എഴുതി. അത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്. അത് ഫിലോസഫി ഓഫ് ബുദ്ധിസം എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ 3 പീഠക എന്ന് വെച്ചാൽ പീഠക എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് എന്നാണ് അർത്ഥം, പീഠകം. അപ്പം ഈ 3 പീഠക ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രിപീഠക, അതായത് 3 പീഠകങ്ങൾ, 3 ബാസ്ക്കറ്റ്സ് എന്ന് പറയുന്നത് സൂത്തപീഠക, വിനയപീഠക, അഭിധമ്മ പീഠക. ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിധമ്മ എന്ന് പറയുന്നത് നമ്മളുടെ സർവസ്തിവാദ എന്ന് പറയുന്ന ഒരു ബുദ്ധമത വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടെക്സ്റ്റാണ്. ഇനി വേർ ഡിഡ് ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ടേക്ക് പ്ലേസ്? 2012 വന്നൊരു ചോദ്യമാണ്. രാജഗൃഹ, വൈശാലി, പാടലിപുത്ര, കശ്മീർ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 4 സ്ഥലങ്ങളിലും ബുദ്ധമതത്തിൻ്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. 1-ാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് BC 483 നമ്മുടെ അന്നത്തെ മഗധ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ രാജഗൃഹയിലാണ്. അന്ന് അവിടുത്തെ രാജാവ് അജാതശത്രുവായിരുന്നു. 2-ാമത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത് ഈ മഗധയുടെ തലസ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ അന്ന് ഇതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് വൈശാലിയായിരുന്നു. അവിടെ BC 383, അതായത് 100 വർഷത്തിന് ശേഷം, കാലശോക എന്ന് പറയുന്ന മഗധയിലെ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. 3-ാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് പാടലിപുത്രം, എഗെയിൻ നമ്മുടെ മഗധയുടെ തലസ്ഥാനമാണ്. പക്ഷെ മഗധ എന്നല്ല അതിനെ വിളിക്കുന്ന, മൗര്യ സാമ്രാജ്യം എന്നാണ്. അശോക ചക്രവർത്തി BC 247 അത് വിളിച്ചുകൂട്ടി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പാടലിപുത്രമായിരുന്നു അന്ന് മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പാടലിപുത്രം മഗധയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ തലസ്ഥാനമായിട്ട് മാറിയിരുന്നു. 4-ാമത്തത് കശ്മീരിലെ കുന്തൽവന എന്ന് പറയുന്ന സ്ഥലം. അത് 4-ാം ബുദ്ധമത സമ്മേളനത്തിൻ്റെ സ്ഥലമാണ്. കനിഷ്ക എന്ന് പറയുന്ന കുഷാന ചക്രവർത്തി വിളിച്ചുകൂട്ടിയാണ് കശ്മീരിൽ. അപ്പോൾ റൈറ്റ് ആൻസർ 3-ാം ബുദ്ധമത സമ്മേളനത്തിന് നടന്നത് പാടലിപുത്രം, മൗര്യ സാമ്രാജ്യത്തിൽ അശോക ചക്രവർത്തിയാണ് അത് വിളിച്ചുകൂട്ടുന്നത്. ഇനി ഇവരുടെ പ്രിസൈഡിംഗ് ഓഫീസറും ഓരോ ബുദ്ധമത സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കണം. മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് ഗുപ്ത റൂളർ പെർഫോമഡ് ദ അശ്വമേധ യജ്ഞ? സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, C കുമാരഗുപ്ത 1, D സ്കന്ദഗുപ്ത. നമ്മൾ ഈ 4 രാജാക്കന്മാരെടുത്താലും നമുക്ക് അക്കാഡമിക്കലി നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 രാജാക്കന്മാരാണ്. ഇവിടെ നമ്മൾ സമുദ്രഗുപ്തനാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയാവുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഒരു ചക്രവർത്തി. അതിനുശേഷം ചന്ദ്രഗുപ്ത 2-ാമൻ അഥവാ വിക്രമാദിത്യ, ശകാരി വിക്രമാദിത്യ, അദ്ദേഹത്തിൻ്റെയാണ് നവരത്നങ്ങളൊക്കെ. അതുപോലെ തന്നെ കുമാരഗുപ്ത എന്ന് പറയുന്ന രാജാവും ഏറ്റവും അവസാനം സ്കന്ദഗുപ്ത എന്ന് പറയുന്ന രാജാവും. ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാർ. ഇതിൽ സമുദ്രഗുപ്ത എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അശ്വമേധയാഗം ചെയ്തുവെന്നും വലിയൊരു സാമ്രാജ്യമായിട്ട് അത് മാറിയെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സാമ്രാജ്യം പുരാതന കാലത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വലിയ സാമ്രാജ്യമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആ കാലത്ത് അശ്വമേധയാഗം ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ജനങ്ങൾ അദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് സ്വീകരിക്കത്തുള്ളൂ. ഇതുകൂടാതെ സമുദ്രഗുപ്തൻ്റെ അശ്വമേധം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് എറൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ശിലാലിഖിതത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതും കൂടാതെ ഈ സമുദ്രഗുപ്തൻ അശ്വമേധം ചെയ്യുന്നതിൻ്റെ ഒരു ആലേഖനം, അതിൻ്റെ ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു നാണയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബേസ് ചെയ്തിട്ട് സമുദ്രഗുപ്തനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം അശ്വമേധയാഗം ചെയ്തു എന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണം. സമുദ്രഗുപ്തൻ്റെ ലെജിറ്റിമസി അദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് ചരിത്രപരമായിട്ട് അദ്ദേഹം ചെയ്തു എന്ന് പറയും. ഇതിൽ ശിലാലിഖിതം എറൻ ഇൻസ്ക്രിപ്ഷനും 2 കോയിൻസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അശ്വമേധയാഗം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡിപ്പിക്ഷനും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി അടുത്ത ചോദ്യം, ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് വേദിക് പീപ്പിൾ വാസ് ട്രേഡ്, ഹണ്ടിങ്, അഗ്രികൾച്ചർ, കാറ്റിൽ റിയറിങ്. 2016 RRB NTPCയുടെ ഒരു ചോദ്യമാണ്.
നമ്മൾ വേദിക് പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ റിയറിങ് ആയിരുന്നു. ട്രേഡ് തുടങ്ങുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ തീരെ ഇല്ലെന്ന് പറയാം. ഹണ്ടിങ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അത് കാര്യമായിട്ട് ഇല്ല എന്ന് പറയാം. അവർക്ക് കൂടുതലും കാറ്റിൽസ് ഉള്ളത് കൊണ്ട് അവനങ്ങനെ പറയില്ല. അഗ്രികൾച്ചർ വളരെയധികം കുറവായിരുന്നു. യവ എന്ന് പറഞ്ഞ ബാർലി മാത്രമാണ് അവർ ആകെപ്പാടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അഗ്രികൾച്ചർ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ലേറ്റർ വേദിക് പീരീഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പായിട്ട് പിന്നീട് അഗ്രികൾച്ചർ മാറിയെങ്കിലും ഈ കാറ്റിൽ റിയറിങ്ങിന് വലിയ മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് കാറ്റിൽ റിയറിങ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരം. അപ്പോൾ ഈ ആര്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഉപാധി എന്ന് പറയുന്നത് തന്നെ പശുവാണ്. അപ്പോൾ കാറ്റിൽ റിയറിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് റൂളർ കൺവെൻറ്റ് ദ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ? 2018 വന്നൊരു ചോദ്യമാണ് SSCക്ക്, CHSൻ്റെ. എ അശോക, ബി കനിഷ്ക, സി ഹർഷവർദ്ധന, ഡി അജാതശത്രു. ഇവിടെ അജാതശത്രു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വിളിച്ചു കൂട്ടി. ഹർഷവർദ്ധന പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് കൗൺസിലുകളൊന്നും വിളിച്ചു കൂട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു ചെറിയ ബുദ്ധിസ്റ്റ് കൗൺസിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ കനൗജിൽ വിളിച്ചു കൂട്ടി. ഹ്യുവൻസാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് സഞ്ചാരി വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയതാണ്. ഇനി അത് ഒരു ബുദ്ധിസ്റ്റ് കൗൺസിലല്ല, ഒരു തൻ്റെ സാമ്രാജ്യത്തിലെ ഒരു ലോക്കൽ കൗൺസിൽ എന്ന് പറയുള്ളൂ. അശോക ചക്രവർത്തിയുടേത് 3rd ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. കനിഷ്ക ചക്രവർത്തിയാണ് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ കശ്മീരിലെ കുന്തൽമനയിൽ വെച്ച് വിളിച്ചു കൂട്ടുന്നത്. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം. പിന്നെ ദ വർഷിപ്പ് ഓഫ് മദർ ഗോഡസ് വാസ് prevalent ഡ്യൂറിങ് വിച്ച് പീരീഡ്? ഗ്രൂപ്പ് ഡി 2018 ചോദ്യമാണ്. ഗുപ്ത പീരീഡ്, വേദിക് പീരീഡ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, മൗര്യൻ പീരീഡ്. നമ്മൾ മതപരമായ ചരിത്രം എടുക്കുന്ന സമയത്ത് മൗര്യ സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും ബുദ്ധമതത്തെയും അങ്ങനെയുള്ള മതവിഭാഗങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഇവിടെ മദർ ഗോഡസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറവാണ്. അവിടെ ആകപ്പാടെ കെട്ടിയിട്ടുള്ള പ്രതിമകൾ എന്നൊക്കെ പറയുന്നത് യക്ഷണി എന്നൊക്കെ പറയുന്ന പ്രതിമകളുമാണ്. ഇനി വേദിക് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാച്ചുറൽ ഫോഴ്സസിനെയാണ് ആരാധിച്ചിരുന്നത്. ഇന്ദ്രൻ, വരുണൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാച്ചുറലി ഉണ്ടാകുന്ന പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഗുപ്ത സാമ്രാജ്യം വേദിക് സൊസൈറ്റി ആയിരുന്നു. അവർ വേദങ്ങൾ അനുസരിച്ചുള്ള യാഗങ്ങളൊക്കെയാണ് ചെയ്തത്. ദേവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം സി ആണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് ഒരുപാട് മദർ ഗോഡസ് സ്കൾപ്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു അമ്മദൈവ സംസ്കാരം പോലെ വലിയ ഒരു എലോബറേറ്റഡ് ഹെഡ് ഡ്രസ്സും ഒക്കെയുള്ള ഒരു രൂപം അത് പലയിടത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയത് മൊഹൻജൊദാരയിൽ നിന്നാണ്. മൊഹൻജൊദാരയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മദർ ഗോഡസ് സ്കൾപ്ചർ എന്ന് പറയുന്ന ഏതൊരു ദേവീ രൂപം പോലെ ഒരു സ്ത്രീയുടെ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സിമിലറായിട്ട് ഒരുപാട് പ്രദേശത്തു നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഈ മദർ ഗോഡസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മൊഹൻജൊദാരോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മദർ ഗോഡസ് സ്കൾപ്ചർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹു വാസ് ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി? NTPC RRB NTPCയുടെ 2016 ഒരു ചോദ്യമാണ്. ദശരഥ മൗര്യ, ബൃഹദ്രഥ മൗര്യ, സമ്പ്രാതി, ശാലിശുഖ. അപ്പോൾ നമുക്ക് ആദ്യത്തെ രാജാവിനെ അറിയാം. സാധാരണ എല്ലാവരും ആദ്യത്തെ 3 രാജാക്കന്മാരുടെ പേര് പഠിച്ചിട്ട് പോകും. ചന്ദ്രഗുപ്ത മൗര്യൻ അത് സാമ്രാജ്യം സ്ഥാപിച്ചു. അതിനുശേഷം ബിന്ദുസാരൻ, മൂന്നാമതായിട്ട് അശോക ചക്രവർത്തി. ഇനി അശോക ചക്രവർത്തിയുടെ കൊച്ചുമകൻ ദശരഥ മൗര്യയെക്കുറിച്ചും കൂടെ ചിലപ്പം ആരെങ്കിലുമൊക്കെ പഠിച്ചോളാം. കാരണം ദശരഥ മൗര്യ എന്ന് പറയുന്ന നാഗാർജുനി ഗുഹകൾ പണി കഴിപ്പിച്ച ഒരു ചക്രവർത്തിയാണ്. എന്നാൽ നമ്മുടെ റൈറ്റ് ആൻസർ ബൃഹദ്രഥ മൗര്യയാണ്. സമ്പ്രാതിയും ശാലിശുഖയും ഒന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമല്ല. കാരണം ഈ മൗര്യ സാമ്രാജ്യത്തിലെ അവസാന ചക്രവർത്തിയായ ബൃഹദ്രഥ മൗര്യയെ അദ്ദേഹത്തിൻ്റെ സേനാധിപതിയായ പുഷ്യമിത്ര ശുംഗൻ ചതിച്ചു കൊന്നിട്ടാണ് ഈ മൗര്യ സാമ്രാജ്യം കീഴ്പ്പെടുത്തി പാടലിപുത്രം കേന്ദ്രമാക്കി ശുംഗ രാജവംശം അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൃഹദ്രഥ മൗര്യ എന്നുള്ളതാണ് ശരി. BC 180-185 കാലഘട്ടത്തിലാണ്. ഇതിനുശേഷം മൗര്യ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാവുകയും പാടലിപുത്രം കേന്ദ്രമാക്കിയിട്ട് ശുംഗ രാജാക്കന്മാരും ഒഡീഷ കേന്ദ്രമാക്കി കരവേല രാജാക്കന്മാരും പിന്നീട് നോർത്ത് വെസ്റ്റേൺ റീജിയനിലുമൊക്കെ ആയിട്ട് ഇൻഡോ ഗ്രീക്സും ഒക്കെ വരികയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ ശതവാഹനന്മാർ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഇനി വാട്ട് വാസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് മൗര്യൻ കോർട്ട്? സാൻസ്ക്രിത്, പ്രകൃത്, തമിഴ്, പാലി. പാലി ഭാഷയാണോ പ്രകൃത് ഭാഷയാണോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ഏകദേശം പഠിച്ചു കഴിയുമ്പോൾ അപ്പോൾ നമ്മളതിന് അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ നോക്കേണ്ടത്. അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങൾ പ്രധാനമായിട്ടും 3 ഭാഷകളുണ്ട്: അറമായിക്ക്, ഗ്രീക്ക്, പ്രകൃത്. അപ്പം അതുതന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. കാരണം ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നല്ലോ.
ഈ നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ അഫ്ഗാനിസ്ഥാൻ കാണ്ഡഹാർ പ്രദേശത്ത്, പഞ്ചാബ് പ്രദേശങ്ങൾ വരെയുള്ള പ്രദേശത്താണ് അറമായിക്കും അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യക്കുള്ളിൽ, പ്രത്യേകിച്ച് പാടലിപുത്രത്തിലും മറ്റ് മെജോറിറ്റി പ്രദേശങ്ങളിലും പ്രകൃത ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പ്രകൃത ഭാഷ, അതിൻ്റെ ശിലാലിഖിതങ്ങൾ നമുക്ക് അശോക ചക്രവർത്തിയുടെ ഇൻസ്ക്രിപ്ഷനിൽ കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇത് പ്രകൃത ഭാഷയാണ്. പാലി ഭാഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ബുദ്ധമതത്തിൻ്റെ ഭാഷയായിട്ട് നിന്നു. പ്രകൃതിൻ്റെ ഒരു കൈവഴിയാണ് പാലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സത്യമേവ ജയതേ ഈസ് ടേക്കൺ ഫ്രം വിച്ച് ഉപനിഷത്ത്? കഥ ഉപനിഷത്ത്, ചന്ദ്യോഗ്യ ഉപനിഷത്ത്, മുണ്ടക ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്. നമ്മുടെ ഇതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് SSCയുടെ MTS 2017 ഒരു ചോദ്യമാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടാണ്, ഉപനിഷത്തുകളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ എംബ്ലയത്തിൻ്റെ ഭാഗമാണ് ഈ സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ സത്യമേവ ജയതേ നാഷണൽ എംബ്ലത്തിൻ്റെ കീഴിൽ, അതായത് നമ്മളുടെ അശോക ഒരു എന്താണ് നമ്മളുടെ ലയൺ, സാർനാഥ് ലയൺ എന്താണ് ഒരു സാർനാഥ് ലയൺ സ്കൾപ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതായത് പില്ലറിൻ്റെ മുകളിലുള്ള ഒരു സ്കൾപ്ചറാണ്. അതിൻ്റെ എന്താണ് താഴെ നമുക്ക് ഈ പറയുന്ന ഒരു ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ നാഷണൽ എംബ്ലമായിട്ട് മാറത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ വിളിക്കുന്നത്. 1918 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആനുവൽ സെഷനിൽ വെച്ചിട്ട് സ്വാതന്ത്ര്യസമര സേനാനിയായ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയാണ് ഇത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് അങ്ങനെ ഇന്ത്യയുടെ നാഷണൽ മോട്ടോ ആയിട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വീകരിക്കുകയും നാഷണൽ എംബ്ലത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. ഇനി ഇത് കൂടാതെ നമ്മൾ ചില പ്രധാനപ്പെട്ട മഹത് വാക്യങ്ങളുണ്ട്. അതിഥി ദേവോ ഭവ, അതുപോലെ തന്നെ നമ്മളുടെ ഉപനിഷത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തത്വം അസി അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയൊക്കെയുള്ളതും കൂടെ ഒരു 2-3 വാക്കുകളും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. വിച്ച് മൗര്യൻ എംപറർ റിനൗൺസ്ഡ് വാർ ആഫ്റ്റർ കലിംഗ വാർ? RRB എന്ന് ചോദിച്ചാണ്. ബിന്ദുസാര, ചന്ദ്രഗുപ്ത മൗര്യ, അശോക, ദശരഥൻ. നമുക്ക് റൈറ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം പോലെ അറിയാം. അശോക ചക്രവർത്തിയാണ് കലിംഗ യുദ്ധം ചെയ്ത് ഏതാണ്ട് 1 ലക്ഷം പേരോളം മരിക്കുകയും 1.5 ലക്ഷത്തോളം ആൾക്കാർ അംഗം ഹാൻഡിക്യാപ്ഡ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ബേസിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ബലിഘോഷ ധമ്മഘോഷയാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും. ബലിഘോഷ എന്ന് പറയാൻ പെരുമ്പറ, യുദ്ധത്തിൻ്റെ പെരുമ്പറയും, ധമ്മഘോഷ ധർമ്മത്തിൻ്റെ പെരുമ്പറ എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം അങ്ങനെ യുദ്ധം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അടുത്തത്, ഹൂ എമോങ് ദ ഫോളോയിങ് വാസ് എ കണ്ടംപററി ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്? അപ്പോൾ ഇന്ത്യയിലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാവ് ആരാണെന്നാണ് ചോദ്യം. അശോക അല്ല, അദ്ദേഹം നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഏതാണ്ട് BC 320 ആ ഒരു കാലഘട്ടം, BC 30 20 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹർഷവർദ്ധന AD 7th സെഞ്ച്വറിയിലാണ്. അപ്പം അതെടുത്ത് കളയാം. ബിംബിസാര BC 6th സെഞ്ച്വറിയിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 200 വർഷം മുമ്പാണ്. അപ്പോൾ അതും നമുക്കെടുത്ത് കളയാം. അശോക ചക്രവർത്തി AD 3rd സെഞ്ച്വറി, അതായത് 320 കഴിഞ്ഞ് ഏതാണ്ട് 250 BC 250 അദ്ദേഹം ജീവിച്ചിരുന്നത്. റൈറ്റ് ആൻസർ ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ ആക്രമിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ പാടലിപുത്രം പിടിച്ചെടുത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇതിനു മുമ്പ് പാടലിപുത്രത്തിലെ രാജാവിൻ്റെ പേര് ധനനന്ദ എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം വരികയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കണ്ടംപററി ആയിട്ട് ചന്ദ്രഗുപ്ത മൗര്യന് പകരം ധനനന്ദ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിലും നമ്മൾ ധനനന്ദയും, അപ്പം ധനനന്ദയെ തോൽപ്പിച്ചിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ പാടലിപുത്രം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനും ധനനന്ദയും ഒരേപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കണ്ടംപററി ആയിട്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ആൾക്കാരാണ്. ഇനി ഈ ഗ്രീക്ക് ഡോക്യുമെൻസിൽ സാന്ത്രോക്കോട്ടോസ് എന്ന് പറയുന്ന ഒരു രാജകുമാരൻ അലക്സാണ്ടർ ചക്രവർത്തിയെ കാണുന്നതായിട്ടും ഇന്ത്യയിലെ അന്നത്തെ രാജാവിനെ തോൽപ്പിക്കാൻ പോകുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇത് ഈ ചന്ദ്രഗുപ്ത മൗര്യനാണ്. സാന്ത്രോക്കോട്ടോസ് എന്നാണ് ഗ്രീക്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഹൂ റോട്ട് ദ ബുക്ക് ബുദ്ധചരിത? 2015 CHSLൻ്റെ ഒരു ചോദ്യമാണ്. അശ്വഘോഷ, നാഗാർജുന, ബാണഭട്ട, കാളിദാസ. റൈറ്റ് ആൻസർ അശ്വഘോഷനാണ്. കാളിദാസൻ്റേത് അല്ല, ബാണഭട്ടൻ ഹർഷചരിത നാഗാർജുനയുടേതും അല്ല. അശ്വഘോഷൻ എന്ന് പറയുന്നത് AD 1ാം നൂറ്റാണ്ടിൽ 4ാം ബുദ്ധമത സമ്മേളനത്തിൻ്റെ
എന്താണ് വസുമിത്രൻ എന്ന് പറയുന്ന അധ്യക്ഷനോടൊപ്പം ഉപാധ്യക്ഷനായിട്ട് എന്താണ് ഈ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയ ആളാണ് അശ്വഘോഷൻ. ഈ അശ്വഘോഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ നാടകകർത്താക്കളിൽ ഒരാൾ. അദ്ദേഹത്തിന് 3 നാടകകൃതികളുണ്ട്: ബുദ്ധചരിത, സൗധർനന്ദ, സരിപുത്ര പ്രകരണ. ഈ സരിപുത്ര പ്രകരണ, സൗധർനന്ദ, ബുദ്ധചരിത, ഈ 3 കാര്യങ്ങളാണ്. ഈ അശ്വഘോഷൻ്റെ ഒപ്പം തന്നെയാണ് സംസ്കൃതത്തിൽ ഇത് അശ്വഘോഷൻ ഈ ഗ്രന്ഥങ്ങൾ നാടകങ്ങൾ എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. ഗ്രീക്കുകാരാണ് ഈ നാടകങ്ങളുടെ ഒരു രീതിയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മൾ ഭാസൻ എന്ന് പറയുന്ന മറ്റൊരാളും കൂടിയുണ്ട്. പുള്ളിയും ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ നാടകകൃതികൾ എഴുതിയാണ്. ഇവർ രണ്ടുപേരെയാണ് ആദ്യത്തെ നാടകകർത്താക്കളായിട്ട് നമ്മൾ കരുതുന്നത്. ഇനി വിച്ച് ഹാരപ്പൻ സൈറ്റ് ഈസ് ഇൻ ഹരിയാന? റോപ്പർ, ലോത്തൽ, രാഗി ഖർഹി, ധോലാവിര. നമുക്ക് ഇതിനകത്ത് റോപ്പർ എന്ന് പറയുന്നത് പഞ്ചാബ് പ്രദേശത്തും, ലോത്തലും ധോലാവിരയും ഗുജറാത്ത് പ്രദേശത്തും, രാഗി ഖർഹി ഹരിയാനയിലുമാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും വിസ്തൃതമായ ദ ലാർജസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഏരിയയിലുള്ള ഒരു സൈറ്റാണ് ഈ രാഖി ഖർഹി എന്ന് പറയുന്നത്. ഇനി വിച്ച് ഇൻസ്ക്രിപ്ഷൻ മെൻഷൻസ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് സമുദ്രഗുപ്ത? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി, അത് ഹരിസേന എഴുതിയതാണ്. ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ അല്ല. ഐഹോൾ ഇൻസ്ക്രിപ്ഷനും ഒരു പ്രശസ്തിയാണ്, പക്ഷേ അത് എഴുതിയിരിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ രവികീർത്തി എന്ന് പറയുന്ന ചാലുക്യ രാജാവായ പുലികേശി രണ്ടാമൻ്റെ കൊട്ടാരത്തിലെ ഒരു പോയറ്റാണ്. ഈ പുലികേശി രണ്ടാമനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞ കനൗജിലെ രാജാവിനെ നർമ്മദയുടെ തീരത്ത് വെച്ച് തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇനി മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ചന്ദ്രഗുപ്ത രണ്ടാമൻ അഥവാ വിക്രമാദിത്യൻ്റെ ആണ്. അദ്ദേഹം മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കൊത്തിവെച്ചു. ഇപ്പോൾ ആ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ കുത്തബ് മിനാർ കോംപ്ലക്സിലാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹദികുംബ ഇൻസ്ക്രിപ്ഷൻ BC 2-ാം നൂറ്റാണ്ടിലാണ്. ഖരവേല എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ആണ്. ഖരവേല കലിംഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒഡീഷയാണ്. ഈ ഒഡീഷ അല്ലെങ്കിൽ കലിംഗ പ്രദേശത്തെ രാജാവായിരുന്നു, ഒരു സാമ്രാജ്യത്തിന് ശേഷമുള്ള ഒരു രാജാവ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമോങ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? 2016 SSC ചോദ്യമാണ്. ഗോൾഡ്, കോപ്പർ, സിൽവർ, അയൺ. ഇതിൻ്റെ റൈറ്റ് ആൻസർ B, കോപ്പറാണ്. അത് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാം. കാരണം നമ്മൾ സ്റ്റോണേജ് കൾച്ചറിൽ ഏറ്റവും ആദ്യത്തെ കൾച്ചർ പാലയോലിത്തിക് എന്ന് പറയുന്ന കൾച്ചറാണ്. ഓൾഡ് സ്റ്റോണേജ് പറയും, പ്രാചീന ശിലായുഗം എന്ന് മലയാളത്തിൽ പറയും. അത് കഴിഞ്ഞിട്ട് വരുന്നത് മിഡിൽ സ്റ്റോണേജ് അഥവാ മിസോലിത്തിക് കാലഘട്ടം എന്ന് പറയും, മധ്യശിലായുഗം എന്ന് മലയാളത്തിൽ പറയും. അതിനുശേഷം മൂന്നാമത് കാണുന്നത് നിയോലിത്തിക് എന്ന് പറയും, നവീന ശിലായുഗം അല്ലെങ്കിൽ ന്യൂ സ്റ്റോണേജ് എന്ന് പറയും. ഇങ്ങനെയാണ് മനുഷ്യരുടെ ഈ പറയുന്ന കൾച്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ശിലായുഗ കാലഘട്ടത്തിലെ സ്റ്റോണേജ് പ്രീ ഹിസ്റ്ററി കാലഘട്ടത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഈ നിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷം ഒരു സബ് ബ്രാഞ്ച് ഉണ്ടായി. അതാണ് കാൽക്കോലിത്തിക് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത് വളരെ വിശദമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളൊരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. ഈ നിയോലിത്തിക്കിൽ മനുഷ്യർ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കല്ലുകൾ ഉപയോഗിച്ചു. അവരുടെ ചുറ്റിനും അവർക്ക് വേറെ ഒന്നും ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. പാലോലിത്തിക്കിൻ്റെ ഒക്കെ അവസാനമായപ്പോൾ അവർ ഈ മൃഗങ്ങളുടെ എല്ലും പല്ലും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ എന്നാലും മേജറായിട്ട് ഇവർ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. മിഡിൽ പാലോലിത്തിക് ആയപ്പോഴത്തേക്ക് ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചു. നിയോലിത്തിക് ആയപ്പോൾ അവർ പോളിഷൊക്കെ ചെയ്ത് ഉപയോഗിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഇവർ കല്ലുകൾ വളരെ നല്ല മൂർച്ചയുള്ള കല്ലുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി കോറികളിലേക്ക് പോയിരുന്നു. ഈ കോറികളിലേക്ക് പോയി കല്ല് എടുത്തുകൊണ്ട് വരുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. അത് കൊണ്ടുവന്ന് അവർ മൂർച്ചയാക്കി ആയുധങ്ങളാക്കി മാറ്റും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു സാധനം കിട്ടി. ഈ സാധനം എടുത്ത് അവർ തീയിലിട്ടപ്പോൾ അത് ഉരുകി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഉരുകിയത് വീണ്ടും കട്ടിയായി, വീണ്ടും ഉരുകി, വീണ്ടും കട്ടിയായി. ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ആദ്യമായിട്ട്, അതായത് ഇവരുടെ സ്റ്റോണ് കണ്ടെത്താൻ പോകുന്നതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് ഇവർ മെറ്റൽ അല്ലെങ്കിൽ ലോഹങ്ങൾ കണ്ടെത്തുന്നത്. ഈ മെറ്റലുകൾ ഒരുപാട് മെറ്റലുണ്ട്, അയണ് മറ്റു കാര്യങ്ങൾ പലതും ഉണ്ടെങ്കിലും ഈ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ ഇവർക്ക് കൂടുതൽ ഉപയോഗമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ അതേപോലെ തന്നെ കിട്ടുന്ന ഒരു മെറ്റലാണ് കോപ്പർ. അതിനെ നേറ്റീവ് എന്ന് പറയും, നേറ്റീവ് മെറ്റൽ എന്ന് പറയും. രണ്ടാമതായിട്ട് അവർക്ക് ചെറിയ രീതിയിൽ ഈ കമ്പൊക്കെ എടുത്ത് ചൂടാക്കി തീയിലിട്ട് ചൂടാക്കാനുള്ള ചെറിയ ചൂടേ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ അയണൊക്കെ ചൂടാക്കി അത് ഉരുക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണം. അപ്പോൾ അതൊന്നും ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ ചൂടിൽ ഉരുകുന്ന മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പോൾ അതൊരു സോഫ്റ്റ് മെറ്റലാണ്.
അപ്പോൾ ഈ നേറ്റീവ് മെറ്റലിൻ്റെ ഗുണവും സോഫ്റ്റ് മെറ്റലിൻ്റെ ഗുണവും ഒരുമിച്ച് വരുന്നത് കോപ്പറിലാണ്. അതുകൊണ്ട് കോപ്പറാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇതിനെ കാൽക്കോലിത്തിക് പീരീഡ്, കോപ്പർ സ്റ്റോണേജ് എന്ന് പറയും. ഇനി ഹൂ വാസ് ദ ഗ്രീക്ക് അംബാസഡർ അറ്റ് ചന്ദ്രഗുപ്ത മൗര്യ? ടോളമി, മെഗസ്തീനസ്, പ്ലീനി, ഹെറോഡോട്ടസ്. റൈറ്റ് ആൻസർ മെഗസ്തീനസ് ആണ്. ടോളമി ഈജിപ്തിലെ ഒരു പണ്ഡിതനാണ്. പ്ലീനി ഈജിപ്തിലെ അലക്സാണ്ടറിലെ ഒരു പണ്ഡിതനാണ്. ഹെറോഡോട്ടസ് പേർഷ്യയിലെ ഒരു ഗ്രീക്ക് ചരിത്രകാരനാണ്. മെഗസ്തീനസ് പേർഷ്യയിലെ ഒരു ഗ്രീക്ക് സ്കോളറാണ്. പുള്ളി ഇന്ത്യയിലേക്ക് BC 303 വന്നിട്ടുണ്ട്. ഈ ചന്ദ്രഗുപ്ത മൗര്യനും പേർഷ്യയിലെ ചക്രവർത്തിയായിരുന്ന സെലൂക്കസ് നിക്കേറ്ററും അവരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൻ്റെ അവസാനം 303 BC 303 ഒരു കരാർ ഒപ്പിട്ടു. അതിൻ്റെ ഒരു ഫലമായിട്ട് ഈ പേർഷ്യയിൽ ആ കാലത്ത് ഗ്രീക്കുകാരാണ് ഭരിച്ചിരുന്നത്. ഈ പേർഷ്യയിലെ ഗ്രീക്കുകാരനായ സെലൂക്കസ് നിക്കേറ്റർ ഈ ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു അംബാസഡറിനെ അയച്ച ആളാണ് മെഗസ്തീനസ്. മെഗസ്തീനസിന് ശേഷം പിന്നീട് മെഗസ്തീനസിൻ്റെ പുസ്തകമാണ് ഇൻഡിക്ക. അതായത് ഇന്ത്യയെക്കുറിച്ച് ഒരു വ്യക്തി ആദ്യമായിട്ട് മറ്റൊരു അന്യഭാഷയിൽ ഫോറിൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ കൃതിയാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇൻഡിക്ക കൂടാതെ മെഗസ്തീനസിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡൈമാക്കസും അതുപോലെ തന്നെ ഡയനോഷ്യസും നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇനി ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ് അണ്ടർ ദ ബോധി ട്രീ അറ്റ്? A. ലുംബിനി, B. ബോധഗയ, C. സാർനാഥ്, D. കുഷിനഗര. ഈ 4 സ്ഥലങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടാണ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട്. ലുംബിനിയിലാണ് ബുദ്ധൻ ജനിക്കുന്നത്, കുഷിനഗരത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്, സർനാഥിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ B. ബോധഗയയിലാണ് അദ്ദേഹം ധ്യാനമിരുന്ന് നിർവ്വാണം സിദ്ധിച്ചത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോധഗയയുടെ ആദ്യത്തെ പേര് ഉരുവേല എന്നാണ്. ഉരുവേല എന്ന് പറയുന്ന സ്ഥലമാണ്. നിരഞ്ജന എന്ന് പറയുന്ന റിവറിൻ്റെ തീരത്താണ് ഈ ഉരുവേല. ഇത് പിന്നീട് ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റിന് ശേഷം ബോധഗയ എന്ന പേര് സിദ്ധിച്ചു. ദ ക്യാപിറ്റൽ ഓഫ് മഗധ ഡ്യൂറിംഗ് ബിംബിസാര റെയിൻ വാസ്? പടലിപുത്ര, വൈശാലി, രാജഗൃഹ, ചമ്പ. റൈറ്റ് ആൻസർ രാജഗൃഹയാണ്. രാജഗൃഹ അല്ലെങ്കിൽ ഗിറിബ് രാജ എന്ന് പറയും. ഈ ഗിറിബ് രാജ അല്ലെങ്കിൽ രാജഗൃഹയിൽ നിന്ന് പിൽക്കാലത്ത് വൈശാലിയിലേക്ക് ഇതിൻ്റെ തലസ്ഥാനം മാറ്റി. അതിനുശേഷം അത് പാടലീപുത്രത്തിലേക്ക് മാറ്റി. മഗധയുടെ തലസ്ഥാനമാണ്. ഇനി വിച്ച് വേദ ഡീൽസ് വിത്ത് മാജിക് സ്പെൽസ് ആൻഡ് ചാംസ്? അഥർവവേദ, സാമവേദ, ഋഗ്വേദ, യജുർവേദ. നമുക്ക് എല്ലാവർക്കും അറിയാം അഥർവവേദമാണ്. ഋഗ്വേദ എന്ന് പറയുന്നത് പ്രൈസസ് ആണ്. പ്രൈസസിനെ ഋഗ്സ് എന്ന് പറയും. ദേവഗണങ്ങളെ പ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ വാഴ്ത്തിക്കൊണ്ടുള്ള മന്ത്രങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത്. അതേസമയത്ത് ഈ പറയുന്ന പ്രൈസസിന് മ്യൂസിക്കലായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇതേ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെ മ്യൂസിക്കലായിട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ സാമവേദ എന്ന് പറയും. സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലഡീസ് എന്നാണ് അർത്ഥം. യജുർവേദ എന്ന് പറയുമ്പോഴത്തേക്ക് സാക്രിഫിഷ്യൽ ഫോർമുലയാണ്. അതായത് നമ്മൾ യാഗങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ചിട്ടകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇനി 4മത്തേതാണ് അഥർവവേദം. അഥർവവേദം എന്ന് പറയുന്നത് ഈ ആര്യന്മാർ ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ ലോക്കൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ നോൺ ആര്യനായിട്ടുള്ള പല കാര്യങ്ങളും അവർ ഇന്ത്യയിലെ സാധാരണക്കാരിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അഥർവവേദം. വേദിക് എലമെൻറ്റ്സ് കാണുന്ന ഒരു വേദമാണ് അഥർവവേദം അല്ലെങ്കിൽ നോൺ ആര്യൻ എലമെൻറ്റ്സ്. ഈ ഒരു അഥർവവേദത്തിലാണ് നമുക്ക് മന്ത്രതന്ത്രങ്ങളും ചാംസും സ്പെൽസും അതുപോലെ തന്നെ മെഡിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ദ അയൺ പില്ലർ അറ്റ് മെഹ്റോളി വാസ് ബിൽഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് A. അശോക, B. ചന്ദ്രഗുപ്ത മൗര്യ, C. ചന്ദ്രഗുപ്ത സെക്കൻഡ്, D. സമുദ്രഗുപ്ത. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഒരു ഇൻസ്ക്രിപ്ഷനും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല, പില്ലറുകളും ഇല്ല. അശോക ചക്രവർത്തിയുടെ പില്ലറുകൾ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാം. അതിനെയൊക്കെ നമ്മൾ പേരെന്ന് പറയുന്നത് മേജർ റോക്ക് എഡിക്റ്റ് 1, പില്ലർ റോക്ക് എഡിക്റ്റ് 1 അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആകെപ്പാടെ ലുംബിനി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ നമ്പർ ഇട്ടിട്ടാണ് അശോക ചക്രവർത്തിയുടെ ഇൻസ്ക്രിപ്ഷൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സമുദ്രഗുപ്തൻ്റെത് നമുക്ക് ഈ പറയുന്ന അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തിയാണ്. അതുകൂടാതെ എറൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷനിലും സമുദ്രഗുപ്തനെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലെങ്കിൽ വിക്രമാദിത്യയെക്കുറിച്ചാണ് അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ മെഹ്റോളിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അതിൽ കിങ് ചന്ദ്ര എന്നാണ് എഴുതിയിരിക്കുന്നത്.
ഇത് തുരുമ്പടിക്കാത്ത ഒരു വലിയ ഒരു ഇരുമ്പ് പില്ലറാണ്. ആദ്യം ഈ ഉത്തർപ്രദേശിലെ മെഹ്റോളിലാണ് ഇത് നിന്നിരുന്നത്. ഇത് പിന്നീട് നമ്മുടെ ബാൽബൻ എന്ന് പറയുന്ന ഡൽഹി സുൽത്താൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അതെടുത്തു കൊണ്ടുവന്ന് നമ്മുടെ ഈ പറയുന്ന ഈ കുത്തബ് മിനാർ കോംപ്ലക്സിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. ഇൽതുത്മിഷിൻ്റെ കാലഘട്ടത്തിൽ. ഇനി ദ ടേം ഉപനിഷത്ത് ഈസ് റിലേറ്റഡ് ടു എ റിച്വൽ, ബി ഫിലോസഫി, സി ലോ, ഡി മെഡിസിൻ. റൈറ്റ് ആൻസർ ബി ആണ്. വേദഗ്രന്ഥങ്ങളിലെ ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ആരണ്യക, ഇതിനെ കർമ്മകാണ്ഡ എന്നും പറയും. അടുത്തത് ഏറ്റവും അവസാനത്തത് ഉപനിഷത്താണ്. ഉപനിഷത്തിനെ ജ്ഞാനകാണ്ഡ എന്ന് വിളിക്കും. ഉപനിഷത്തുകളാണ് പ്യുവർ ഫിലോസഫി. അപ്പോൾ ഇവിടെ നമുക്ക് ഫിലോസഫി എന്ന് ചോദിച്ചാൽ തന്നെ കണ്ണും പൂട്ടി നമ്മൾ ഉപനിഷത്തുണ്ടെങ്കിൽ ഉപനിഷത്തിന് നമ്മൾ കുത്തിക്കണം. റിച്വൽസ് എന്ന് പറയുന്നത് യജൂസാണ്, അല്ലെങ്കിൽ യാഗങ്ങളാണ്. അത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വേദങ്ങളിൽ, യജുർവേദത്തിലും പിന്നെ വേദങ്ങൾക്ക് ശേഷം സ്മൃതി ഗ്രന്ഥങ്ങളിൽ, നമ്മളുടെ സംസ്കൃതത്തിൽ തന്നെ ഹിന്ദുമതത്തിൻ്റെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ, കൽപ്പ ഗ്രന്ഥങ്ങളിലുമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രൗതസൂത്ര, ഗ്രഹ്യസൂത്ര, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ലോ ബുക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ധർമ്മസൂത്ര ഗ്രന്ഥങ്ങൾ, സ്മൃതി ഗ്രന്ഥങ്ങൾ, യജ്ഞവാൽക്യ സ്മൃതി, മനുസ്മൃതി, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. അതുകൂടാതെ നമ്മളുടെ ഈ അർത്ഥശാസ്ത്രത്തിലും ലോയെക്കുറിച്ച് പറയുന്നുണ്ട്. നീതിസാര, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ. മെഡിസിനെ കുറിച്ച് പറയുന്നത് പ്രധാനമായിട്ട് ആയുർവേദത്തിലും അഥർവവേദത്തിലുമാണ്. നമുക്ക് നമ്മളുടെ ഫിലോസഫി എന്ന് പറയുന്നത് ആരണ്യകയും ഉപനിഷത്തുമാണ്. പ്യുവർ ഫിലോസഫി എന്ന് പറയുന്നത് ഉപനിഷത്ത് തന്നെയാണ്. ഉപനിഷത്തുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മറ്റു ഫിലോസഫികൾ നമുക്ക് ശങ്കരാചാര്യരും രാമാനുചാര്യരും മാധവാചാര്യരുടെ ഒക്കെ ആശയങ്ങളായിട്ട് കാണാം. അവയെ വേദാന്ത ഫിലോസഫികൾ എന്നാണ് വിളിക്കുന്നത്, ഉപനിഷത്തുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫിലോസഫികളെ. കാരണം വേദത്തിൻ്റെ അന്ത്യത്തിൽ കിടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ. ഇനി വിച്ച് ഹാരപ്പൻ സൈറ്റ് ഹാസ് എ ഡോക്യാർഡ്? 2018 SSCയുടെ ഒരു ചോദ്യമാണ്. കാലിബംഗൻ, ലോത്തൽ, രാഗിഗർഹി, ഹാരപ്പ. നമുക്ക് കണ്ണും പൂട്ടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ലോത്തൽ എന്ന് മറുപടി പറയാം. ഗുജറാത്തിലാണ് ലോത്തൽ. സബർമതി നദിയുടെ ഒരു പോഷക നദിയായ ഭോഗ്വ നദിയുടെ തീരത്തുള്ള ഒരു ഹാരപ്പൻ ടൗൺ ആണ് ലോത്തൽ. ഇത് കടൽ തീരത്തിനോട് ചേർന്നിട്ടാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ പോർട്ട് ഈ ലോത്തലിലാണ്. ഈ പോർട്ട് കൂടാതെ ഉള്ളിലേക്ക് കയറി ഒരു ഡോക്യാർഡുണ്ട്. ഡോക്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടുകളൊക്കെ അടുപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒമാനിൽ നിന്നും ഗൾഫ് റീജിയൻ, മെസപ്പൊട്ടാമിയൻ റീജിയനിൽ നിന്നൊക്കെ വരുന്ന വലിയ കപ്പലുകൾ അടുത്തിട്ട് അതിൻ്റെ ഈ ചരക്കുകൾ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു വലിയ ഡോക്യാർഡ് എവിടെയുണ്ട്? ലോത്തലുണ്ട്. ഇത് മാത്രമാണ് പോർട്ട് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ണും പൂട്ടി ലോത്തൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഹൂ ഇസ് ക്രെഡിറ്റഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ജൈനിസം ഇൻ സൗത്ത് ഇന്ത്യ? 2014 ഒരു ചോദ്യമാണ്. മഹാവീര, ഭദ്രബാഹു, പാർശ്വനാഥൻ, ഋഷഭനാഥ്. കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് ജൈനമതത്തെക്കുറിച്ച് അത്യാവശ്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ സൂക്ഷിച്ച് തന്നെ ഉത്തരം എഴുതണം. ഈ ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരുണ്ട്. 24 തീർത്ഥങ്കരിൽ അവസാനത്തെ തീർത്ഥങ്കരാണ് വർദ്ധമാന മഹാവീരൻ. ഋഷഭദേവ് എന്ന് പറയുന്നെങ്കിൽ ഋഷഭനാഥ് എന്ന് പറയുന്ന ആദ്യത്തെ തീർത്ഥങ്കരം. പാർശ്വനാഥൻ എന്ന് പറയുന്നത് മഹാവീരന് തൊട്ടു മുമ്പുള്ള 23-ാം തീർത്ഥങ്കരം. മഹാവീരൻ നിലവിലെ ജൈനമതത്തിൻ്റെ സ്ഥാപകനായ 24-ാം തീർത്ഥങ്കരമാണ്. ഇനി നമുക്ക് അവസാനം വന്നിരിക്കുന്ന ഭദ്രബാഹുവാണ്. ഈ ഭദ്രബാഹുവാണ് സൗത്ത് ഇന്ത്യയിലെ ജൈനമതം സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണം. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവീരൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ 11 പേര് അവിടെ ജീവിച്ചിരുന്നു. അവർക്ക് ശേഷം അവരുടെ കൂട്ടത്തിൽ ആര്യസുധമ എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ് നമ്മളുടെ ഈ ജൈനമതത്തിൻ്റെ നേതാവായിട്ട് വന്നത്. അദ്ദേഹത്തിന് ശേഷം ഓരോരോ തേര എന്നാണ് അവർ വിളിക്കുന്നത്, ഓരോരോ ആൾക്കാരായിട്ട് ഈ ജൈനമതത്തിൻ്റെ സംഘത്തിൻ്റെ തലവന്മാരായിട്ട് വന്നു. അതിനുശേഷം ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ ഭദ്രബാഹു ആയിരുന്നു അവിടുത്തെ ഈ മുഴുവൻ ജൈനസംഘത്തിൻ്റെയും തലവൻ. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉത്തരേന്ത്യയിൽ വലിയൊരു വരൾച്ച വന്നു. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് ഈ ഭദ്രബാഹുവും വലിയൊരു വിഭാഗം ജൈനന്മാരും സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ ഭദ്രബാഹുവിൻ്റെ ശിഷ്യന്മാരാണ് പിൽക്കാലത്ത് ദിഗംബരന്മാർ എന്നറിയപ്പെട്ടത്. ഇതേ സമയത്ത് ഉത്തരേന്ത്യയിൽ ഈ ഭദ്രബാഹുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ് ബാക്കി വന്ന ജൈനന്മാർക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് സ്ഥൂലഭദ്രൻ എന്നാണ്. ഈ സ്ഥൂലഭദ്രൻ്റെ കീഴിൽ പിന്നീട് അവർ ശ്വേതാംബരന്മാർ എന്ന് അറിയപ്പെട്ടു. അപ്പം സൗത്ത് ഇന്ത്യയിൽ ഇത് പ്രചരിപ്പിച്ചത് ഭദ്രബാഹുവാണ്. ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം അദ്ദേഹം കർണാടകയിലെ ശ്രവണബെലഗോളയിലേക്ക് തീർത്ഥാടനം ചെയ്തു സൗത്ത് ഇന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചു.
ഇനി ഹൂ വാസ് ദ കോട്ട് പോയിന്റ് ഓഫ് ഹർഷവർദ്ധന? RRB JEE 2015 ചോദ്യം. എ ബാണഭട്ടൻ, ബി കാളിദാസൻ, സി വിശാഖദത്തൻ, ഡി ഭാവഭൂതി. ഇതിൽ റൈറ്റ് ആൻസർ ബാണഭട്ടനാണ്. ബാണഭട്ടനും ഹ്യുവൻസാങ്ങുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹർഷവർദ്ധൻ്റെ കൊട്ടാരത്തിലെ കനൗജിലെ ചക്രവർത്തിയാണ്. ഗുപ്ത സാമ്രാജ്യം തകർന്നതിന് ശേഷം ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ആളാണ് നമ്മുടെ ഹർഷവർദ്ധൻ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം പോയിട്ടാണ് ബാണഭട്ടൻ. അതുകൂടാതെ ഹ്യുവൻസാങ്ങിനെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കാണാൻ വേണ്ടി കഴിയും. നമ്മളിതിനകത്ത് നോക്കുമ്പോൾ കാളിദാസൻ എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യത്തിൽ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ സദസ്യനായിരുന്ന ഒരു കവിയായിരുന്നു. വിശാഖദത്തൻ അതിനുശേഷം ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം ഭാവഭൂതിയും ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം ഉണ്ടായിരുന്ന 2 കവികളാണ്. അപ്പോൾ റൈറ്റ് ആൻസർ നമ്മളുടെ വിശാഖദത്തനായിരുന്നു. നമ്മുടെ ഈ ബാണഭട്ടനാണ് ഹർഷവർദ്ധൻ്റെ രാജകൊട്ടാരത്തിലെ അംഗം. ഇനി ദ ഫൗണ്ടർ ഓഫ് ജൈനിസം ഈസ് കൺസിഡേർഡ് ടു ബി ഋഷഭനാഥ്, പാർശ്വനാഥ്, മഹാവീര, നിമിനാഥ്. ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 24 തീർത്ഥങ്കരന്മാരാണ് നമ്മുടെ ജൈനമതത്തിലുള്ളത്, ഋഷഭനാഥ് മുതൽ മഹാവീരൻ വരെ ഉള്ളവർ. ഇതിൽ 24 തീർത്ഥങ്കരന്മാർ ചരിത്രത്തിൽ അവതരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ കൂട്ടത്തിൽ വർദ്ധമാന മഹാവീരനെയാണ് ഇന്നുള്ള ജൈനിസം എന്ന് പറയുന്ന മതത്തിൻ്റെ സ്ഥാപകനായിട്ട് പറയുന്നത്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരായിട്ട് പറയുന്നുണ്ടെങ്കിലും 1-ാം തീർത്ഥങ്കരനായ ഋഷഭനാഥ് മുതൽ പിന്നെ 22-ാം തീർത്ഥങ്കരനായ നിമിനാഥൻ, 23-ാം തീർത്ഥങ്കരനായ പാർശ്വനാഥനും ഒക്കെ ഉണ്ട്. എന്നാൽ 24-ാം തീർത്ഥങ്കരനായ മഹാവീരൻ്റെ കാലഘട്ടത്തിൽ ഈ 24 ഗുരുക്കന്മാരുടെയും ആശയങ്ങൾ ക്രോഡീകരിച്ച് ഇന്നത്തെ ജൈനമതമായിട്ട് മാറ്റി എന്നുള്ളതാണ് വിശ്വാസം. സോ ജൈനമതം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മഹാവീരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഹാരപ്പൻ സീൽസ് വെയർ മെയ്ഡ് ഓഫ് ഐവറി, സ്റ്റീറ്റൈറ്റ്, ബ്രോൺസ്, ടെറാക്കോട്ട. 2018 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ആൻസർ സ്റ്റീറ്റൈറ്റ് ആണ്. ബ്രോൺസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ടെറാക്കോട്ടയിലും ഐവറിയിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സ്റ്റീറ്റൈറ്റ് ആണ്. ഇനി വിച്ച് ഗുപ്ത റൂളർ ഈസ് നോൺ ആസ് വിക്രമാദിത്യ? 2013 വന്നിട്ടുള്ള ചോദ്യമാണ്. ചന്ദ്രഗുപ്ത 1, ചന്ദ്രഗുപ്ത 2, സമുദ്രഗുപ്ത, സ്കന്ദഗുപ്ത. ഈ ഗുപ്ത രാജാക്കന്മാരിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമുക്കൊരു ചക്രവർത്തി എന്നുള്ള നിലയിൽ വരുന്നത് ചന്ദ്രഗുപ്ത 1-മനാണ്. AD 320 അദ്ദേഹം സാമ്രാജ്യം സ്ഥാപിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചന്ദ്രഗുപ്ത 2-മന് ശേഷം ചക്രവർത്തിയാകുന്ന സമുദ്രഗുപ്തനും, സമുദ്രഗുപ്തന് ശേഷം ചക്രവർത്തിയാകുന്ന 3-ാമത്തെ രാജാവ് ചന്ദ്രഗുപ്ത 2-മനുമാണ്. അതിനുശേഷം കുമാരഗുപ്തനും അതിനുശേഷം സ്കന്ദഗുപ്തനും വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പവർഫുൾ റൂളറാണ് സ്കന്ദഗുപ്തൻ. ഇതിൽ ചന്ദ്രഗുപ്ത 2-മൻ്റെ കാലഘട്ടത്തിൽ ഗുജറാത്ത് പ്രദേശത്ത് ശഖ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഭരിച്ചിരുന്നു. ഇതിൽ രുദ്രസിംഹ 3 എന്ന് പറയുന്ന രാജാവിനെ ചന്ദ്രഗുപ്ത 2-മൻ തോൽപ്പിക്കുകയും ശഖന്മാരെ തോൽപ്പിച്ച് അവരെ പൂർണ്ണമായിട്ടില്ലാതാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ ശഖാരി വിക്രമാദിത്യ എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിനൊരു കാരണം കൂടിയുണ്ട്. BC 57 ഈ ശകന്മാരെ തോൽപ്പിച്ച ഒരു ലെജൻഡറി രാജാവാണ് വിക്രമാദിത്യൻ. അപ്പോൾ ഈ ശകന്മാരെ തോൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു വിജയം, വളരെ അതിശക്തന്മാരായിട്ടുള്ള ശകന്മാരെ തോൽപ്പിക്കുന്ന വലിയൊരു വിജയമായിട്ട് കണ്ടു. അതുകൊണ്ട് ചരിത്രത്തിൽ വീണ്ടും ശകന്മാരെ തോൽപ്പിച്ചത് കൊണ്ട് ശഖാരി എന്ന ഒരു പേര് അദ്ദേഹം സ്വീകരിക്കുകയും അതുപോലെ തന്നെ വിക്രമാദിത്യ രാജാവിൻ്റെ അനുസ്മരണത്തിൽ വിക്രമാദിത്യ എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ശഖാരി വിക്രമാദിത്യ എന്നറിയപ്പെട്ടത് ചന്ദ്രഗുപ്ത 2-മനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ നമുക്ക് ഈ പേര് കാണാൻ വേണ്ടി കഴിയും. ഇതുകൂടാതെ വിശാഖദത്തൻ്റെ ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിയിൽ, വിശാഖദത്തൻ എഴുതിയ ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിയിൽ നമുക്ക് ഈ ഒരു കഥയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി വാട്ട് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ ഇൻഡസ് വാലി പീപ്പിൾ? RRB NTPSC ആണ്. പോട്രി, ട്രേഡ്, അഗ്രികൾച്ചർ, മെറ്റൽ വർക്ക്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ്, അഗ്രികൾച്ചറാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 2-ാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഹൂ ഈസ് റിഗാർഡ് ആസ് ദ ഗ്രേറ്റ് ലോ ഗിവർ ഓഫ് ഏൻഷ്യൻ ഇന്ത്യ? പാണിനി, മനു, കൗടില്യ, നൺ ഓഫ് ദിസ്. റൈറ്റ് ആൻസർ മനു ആണ്. നമുക്ക് ഈ നമ്മളുടെ നിയമഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന സ്മൃതികളാണ്. യജ്ഞവാൽക്യ സ്മൃതി, മനുസ്മൃതി, നാരദസ്മൃതി, വിഷ്ണുസ്മൃതി, ഈ 4 സ്മൃതികളുണ്ട്. ഈ സ്മൃതികളിൽ ഏറ്റവും പ്രധാനം, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മനുസ്മൃതി. അതുകൊണ്ട് മനുവിനെയാണ് ദ ലോ ഗിവർ ഓഫ് ഏൻഷ്യൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. കൗടില്യനുണ്ട്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുണ്ട്. അതൊരു നിയമപരമായ പുസ്തകമാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു വേദിക് നോംസ് അല്ല, മറിച്ചൊരു സാമ്രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെയാണ് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത എഴുതിയിരിക്കുന്നത്.
പാണിനി എന്ന് പറയുന്നത് ഒരു സംസ്കൃത ഗ്രാമേറിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഷ്ടധ്യായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സായിട്ട് സംസ്കൃതത്തിൻ്റെ ഗ്രാമറാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഹു വാസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി? ബൃഹദ്രഥ മൗര്യയാണ്. ബാക്കിയുള്ളത് ചന്ദ്രഗുപ്ത മൗര്യ, അശോക, ശതധന്വാൻ തുടങ്ങുന്നവ നമുക്ക് തെറ്റാണ്. ബൃഹദ്രഥ മൗര്യ BC 180-185 കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ദ ലാംഗ്വേജ് ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ് വാസ് മോസ്റ്റ്ലി, നമുക്ക് വീണ്ടും ഈ സെയിം ആയിട്ടുള്ള ചോദ്യം വരുന്നു. പ്രകൃതാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചത്. സംസ്കൃതം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല, തമിഴ് ഉപയോഗിച്ചിട്ടില്ല, പാലി ഉപയോഗിച്ചിട്ടില്ല. പ്രകൃതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അതായിരുന്നു. ഇത് കൂടാതെ നമുക്ക് ഈ അറമായിക്കും ഗ്രീക്കിലുമുള്ള ഏതാനും ചില ഇൻസ്ക്രിപ്ഷൻസും കാണാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബുദ്ധ? 2018 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. എൻലൈറ്റഡ് വൺ, പവർഫുൾ വൺ, റെസ്പെക്റ്റഡ് വൺ, ഹോളി വൺ. റൈറ്റ് ആൻസർ എൻലൈറ്റഡ് വൺ എന്നാണ്. അതായത് ഈ പ്രകാശം കിട്ടിയവർ അല്ലെങ്കിൽ ബോധജ്ഞാനം ലഭിച്ചവർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിർവ്വാണം സിദ്ധിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിർവ്വാണം സിദ്ധിച്ച ഒരു വ്യക്തി പ്രപഞ്ചത്തിലെ ഏറ്റവും അറിവുള്ള പ്രപഞ്ചത്തിൻ്റെ ഉന്നത പീഠത്തിലേക്ക് വരുന്നുണ്ട്. അയാളാണ് ബുദ്ധ എന്ന് പറയുന്നത്. അങ്ങനെ 27 ബുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അവസാനത്തെ ബുദ്ധനാണ് ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ദ ഫേമസ് യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ വാസ് ഫൗണ്ടഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹർഷവർദ്ധന, ചന്ദ്രഗുപ്ത സെക്കൻഡ്, കുമാരഗുപ്ത, സമുദ്രഗുപ്ത. ബുദ്ധമതത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് പുരാതന കാലത്തെ ഈ സർവകലാശാലകൾ. ഹർഷവർദ്ധൻ്റെ കാലഘട്ടത്തിൽ സർവകലാശാലകളൊന്നും സ്ഥാപിച്ചില്ല. ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലഘട്ടത്തിലും സർവകലാശാലകളൊന്നുമില്ല. കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല AD 5-ാം നൂറ്റാണ്ടിനടുത്ത് സ്ഥാപിക്കുന്നത്. സമുദ്രഗുപ്തൻ്റെയും അദ്ദേഹത്തിൻ്റെ സർവകലാശാലകളൊന്നുമില്ല. പിൽക്കാലത്ത് ഈ നളന്ദ സർവകലാശാല തകർന്നു പോയി. പിന്നീട് ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ ഈ നളന്ദ സർവകലാശാല പുനരുദ്ധരിക്കുന്നത് മഹേന്ദ്രപാല എന്ന് പറയുന്ന ഒരു പാല രാജാവാണ്. അദ്ദേഹം ബംഗാളിലെ ചക്രവർത്തിയായിരുന്നു 10-ാം നൂറ്റാണ്ടിനടുത്ത് മഹേന്ദ്രപാല. അപ്പം ഈ നളന്ദ സർവകലാശാല പുനരുദ്ധരിക്കുന്ന വ്യക്തിയാണ്. ഇനി ഇതുകൂടാതെ വിക്രമശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മറ്റൊരു ബുദ്ധ മത യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് മഹേന്ദ്രപാലനാണ്. ഇനി മഹേന്ദ്രപാലിൻ്റെ മുൻഗാമിയായിട്ടുള്ള ഒരു ഗോപാലയുണ്ട്. ഈ ഗോപാലയാണ് ഒഡാന്തപുരി എന്ന് പറയുന്ന ഒരു വിദ്യാപീഠം സ്ഥാപിക്കുന്നത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട വിദ്യാപീഠങ്ങളുണ്ട്. ഇത് ബീഹാർ പ്രദേശത്താണ് നളന്ദ, ബംഗാൾ പ്രദേശത്താണ് വിക്രമശിലയും ഒഡാന്തപുരിയും. അപ്പം അത് കുമാരഗുപ്തൻ സ്ഥാപിക്കുന്നു, പുനരുദ്ധരിക്കുന്നത് മഹേന്ദ്രപാലൻ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? മഹാവീര, സിദ്ധാർത്ഥ ഗൗതമ, അശോക, അജാതശത്രു. റൈറ്റ് ആൻസർ സിദ്ധാർത്ഥ ഗൗതമ. സിദ്ധാർത്ഥൻ എന്നാണ് ബുദ്ധൻ്റെ യഥാർത്ഥ പേര്. അതിനുശേഷം അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹം ബോധഗയയിൽ വെച്ച് നിർവ്വാണം സിദ്ധിച്ചു. അങ്ങനെ ബോധിവൃക്ഷത്തിൻ്റെ കീഴിൽ അങ്ങനെ അദ്ദേഹം ബുദ്ധനായിട്ട് മാറി. ഇനി വിച്ച് ഹാരപ്പൻ സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗുജറാത്ത്? ഹാരപ്പ, മൊഹൻജദാര, ലോത്തൽ, മഹർഗർ. നമുക്ക് സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ, നമ്മൾ വേറെ 1-2 ചോദ്യം കൂടെ കണ്ടു. ഇതിലെല്ലാം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ഹാരപ്പൻ സൈറ്റുകൾ ഉള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹാരപ്പ എന്ന് പറയുന്നത് നമ്മുടെ രവി നദിയുടെ തീരത്ത്, ഇന്നത്തെ പാകിസ്ഥാനിലാണ്, സിന്ധ് പ്രദേശത്താണ്. ഇതേ സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് ഏതാനും കിലോമീറ്ററുകൾ അപ്പുറമാണ് മൊഹൻജദാരോ, സിന്ധു നദിയുടെ തീരത്ത്. നമ്മുടെ ലോത്തൽ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഒരു പോർട്ട് ടൗൺ ആയിരുന്നു. അവിടെ ഒരു ഡോക്യാർഡൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ നോക്കിയതാണ്. മഹർഗർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രദേശത്താണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാരപ്പൻ സൈറ്റ് അല്ല, മറിച്ച് ഒരു നിയോലിത്തിക് സൈറ്റാണ്. അപ്പം ഇതൊന്ന് നോക്കണം. അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ കാലിബംഗൻ രാജസ്ഥാന്, പരാഗിഗർഹി ഹരിയാന, നമ്മുടെ മന്ദ കശ്മീർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി വേദങ്ങളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണെന്നാണ് 2014 ഒരു ചോദ്യം വന്നിരിക്കുന്നത്. യജുർവേദ, സാമവേദ, അഥർവവേദ, ഋഗ്വേദ. ഏറ്റവും ഓൾഡസ്റ്റ് ഋഗ്വേദയാണ്. ഋഗ്വേദയ്ക്ക് മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തിയാണ് സാമവേദം. സാമവേദത്തിന് ശേഷം ഇന്ത്യക്കുള്ളിൽ ഗംഗാ യമുന നദീതടത്തിൽ അധിവാസം ഉറപ്പിച്ചപ്പോൾ ആര്യന്മാർ രൂപീകരിച്ചാണ് യജുർവേദം. അതിനുശേഷം ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ടതാണ് അഥർവവേദം. ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ആര്യന്മാർ അവരുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയതാണ് അഥർവവേദം എന്ന് പറയുന്നത്. ഇനി ദ ഗ്രേറ്റ് ബാത്ത് വാസ് ഫൗണ്ട് അറ്റ് വിച്ച് ഇൻഡസ് വാലി സൈറ്റ്? 2015 ചോദ്യം. എ മൊഹൻജദാരോ, ബി ഹാരപ്പ, സി ലോത്തൽ, ഡി കാലിബംഗൻ. നമുക്ക് ഗ്രേറ്റ് ബാത്ത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് മൊഹൻജദാരയിലാണ്. ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രദേശമാണ്. നമ്മൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ 2ാമത്തെ
സൈറ്റാണ്. അതായത് ഹാരപ്പയാണ് ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് മൊത്തം ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ പലപ്പോഴും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത് 1921 കാലഘട്ടത്തിൽ RD ബാനർജി കണ്ടെത്തിയതാണ് മൊഹൻജൊദാരോ. ഇനി ഹൂ വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ? 2016 SSCയുടെ ഒരു CGLൻ്റെ ടയർ 1 ക്വസ്റ്റ്യൻ ആണ്. അശോക, ബിന്ദുസാര, ചന്ദ്രഗുപ്ത മൗര്യ, ബിംബിസാര. റൈറ്റ് ആൻസർ C, ചന്ദ്രഗുപ്ത മൗര്യനാണ്. ബിംബിസാര എന്ന് പറയുന്നത് നമ്മുടെ മഗധയിലെ ആദ്യത്തെ രാജാവാണ്, BC 6-ാം നൂറ്റാണ്ട്. ഈ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മകനാണ് ബിന്ദുസാര, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് അമിത്രഘാട്ട എന്ന് പറയും. ഇനി ബിന്ദുസാരൻ്റെ മകനാണ് അശോക ചക്രവർത്തി. അപ്പോൾ ഇത് 3 തലമുറകളായിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പം സ്ഥാപിക്കുന്ന ആൾ ചന്ദ്രഗുപ്ത മൗര്യനാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കണ്ടംപററി ആയിരുന്നു. കൗഡില്യൻ്റെ സഹായത്തോടു കൂടി മഗധയിൽ ധനനന്ദയെ തോൽപ്പിച്ച് അദ്ദേഹം പാടലിപുത്രം പിടിച്ചെടുത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലാണ് മെഗസ്തീനസ് ജീവിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം ഒരു ജൈനമത വിശ്വാസിയായിരുന്നു. ഭദ്രബാഹു എന്ന് പറയുന്ന ജൈനമത സന്യാസിയോടൊപ്പം അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹം പട്ടിണി സമാധി എന്ന് പറയുന്ന രീതിയിൽ സ്വയം ഭക്ഷണം ഉപേക്ഷിച്ച് സമാധിയാവുകയും ചെയ്തു. സല്ലേഖന്ന എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി വിച്ച് മൗര്യൻ റൂളർ സെൻഡ് മിഷണറീസ് ടു ശ്രീലങ്ക? 2022 വന്ന ചോദ്യമാണ്. ബിന്ദുസാര അല്ല. ബിന്ദുസാരൻ ബുദ്ധമത വിശ്വാസിയല്ല, മറിച്ച് അദ്ദേഹം ഒരു അജീവിക വിശ്വാസിയാണ്. ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹം ഒരു ജൈന വിശ്വാസിയാണ്. ദശരഥ മൗര്യ അദ്ദേഹവും ഒരു ബുദ്ധമത വിശ്വാസിയാണ്. അദ്ദേഹം ഒരു അജീവിക വിശ്വാസിയാണ്. അദ്ദേഹമാണ് നാഗാർജുനി ഹിൽസ് ഈ അജീവികന്മാർക്ക് വേണ്ടിയിട്ട് പണിയെടുപ്പിച്ചു കൊടുക്കുന്നത്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ബുദ്ധമത വിശ്വാസിയായിട്ടുള്ളത്. കലിംഗ യുദ്ധത്തിന് ശേഷം ഉപഗുപ്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു. ഈ ഒരു ബുദ്ധമത സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് അദ്ദേഹം സാവധാനം ബുദ്ധമതം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ വിദിശാ ദേവി എന്ന് പറയുന്ന വിദിഷയിലെ ഒരു രാജകുമാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ വിദിശാ ദേവി ഒരു ബുദ്ധമത വിശ്വാസിയായിരുന്നു. ഈ വിദിശാ ദേവിയുടെ മക്കളാണ് അശോകൻ്റെ സംഘമിത്രയും അതുപോലെ തന്നെ മഹീന്ദ്രൻ എന്ന് പറയുന്ന 2 മക്കൾ. ഈ മഹീന്ദ്രനെയും സംഘമിത്രയുമാണ് നമ്മുടെ ഈ അശോകൻ ശ്രീലങ്കയിലേക്ക് ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി അയക്കുന്നത്. അവർ ബോധിവൃക്ഷത്തിൽ നിന്ന് ഒരു ചില്ലയും ഒടിച്ചുകൊണ്ട് അനുരാധപുരത്തിൽ ചെന്ന് അതവിടെ കുഴിച്ചു വെച്ചുവെന്ന്, അത് അവിടെ വളർന്നുവെന്നും അനുരാധപുര മഹാചൈത്യ വിഹാര സ്ഥാപിച്ചുവെന്ന്, അങ്ങനെ ശ്രീലങ്കയിൽ ബുദ്ധിസം വളർന്നുവെന്നുമാണ് വിശ്വാസം. ദീപവംശ തുടങ്ങുന്ന 2 ശ്രീലങ്കൻ ബുദ്ധമത കൃതികളിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് മഹാവംശയെക്കുറിച്ച്. ഇനി ദ ഹാരപ്പൻ സിവിലൈസേഷൻ ബിലോങ് ടു വിച്ച് ഏജ്? അയൺ ഏജ്, സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, നിയോലിത്തിക് ഏജ്? റൈറ്റ് ആൻസർ ബ്രോൺസ് ഏജ് ആണ്. ഇന്ത്യയിൽ നിയോലിത്തിക് സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ മനുഷ്യർ നിയോലിത്തിക്കിൽ ഈ കല്ലുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇടയ്ക്ക് ഈ പല്ലും അതുപോലെ തന്നെ എല്ലും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മനുഷ്യർ ഈ കാൽക്കോലിത്തിക് പീരീഡ്, നിയോലിത്തിക്കിൻ്റെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യർ ആദ്യത്തെ ഈ കോപ്പർ എന്ന് പറയുന്ന ഒരു ചെറിയ മൃദുവായിട്ടുള്ള മെറ്റൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ഉപയോഗിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനധികം കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ കട്ടിയുള്ള ഒരു മെറ്റൽ വേണം എന്ന് പറഞ്ഞിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് അയണൊക്കെ ഉള്ളൂ. അയണൊന്നും അവർക്ക് ഉരുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ടെക്നോളജി ഒന്നും അവർക്കില്ല. കാരണം അത് നല്ല ഹൈ ടെമ്പറേച്ചർ വേണം, എയർ സർക്കുലേഷനൊക്കെ വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ഉള്ള സാധനം, അതായത് കോപ്പറിലേക്ക് കുറച്ച് അഡീഷൻ അത് ചേർത്ത് അതിനെ ബ്രോൺസ് ആക്കി മാറ്റി. അങ്ങനെ കട്ടുകൂടിയ ഒരു ലോഹം അവർ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ഹൂ റോട്ട് ദ അർദ്ധശാസ്ത്ര? 2021 ചോദ്യമാണ്. കാളിദാസ, കൗഡില്യ, ബാണഭട്ട, മനുസ്മൃതി. കൗഡില്യനാണ് അർദ്ധശാസ്ത്രം എഴുതുന്നത്. 15 ബുക്സായിട്ട് എഴുതുന്നത്. അതിൽ 2-3 ബുക്സിൽ നമുക്ക് മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനെ ആ കാലഘട്ടത്തിലെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷനുണ്ട്. ഈ അർദ്ധശാസ്ത്രം എഴുതിയ ഈ കൗഡില്യനെ തന്നെയാണ് നമ്മൾ ചാണക്യനെന്നും അതുപോലെ തന്നെ വിഷ്ണുഗുപ്ത എന്നും വിളിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റി ആൻഡ് സോഷ്യോ ഇക്കോണമിക് ഗ്രന്ഥമാണ് അർദ്ധശാസ്ത്രം. ദ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ ഫ്ലറിഷ്ഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മൗര്യാസ്, ഗുപ്താസ്, കുഷാനാസ്, ചോളാസ്. റൈറ്റ് ആൻസർ ഗുപ്തയാണ്. കുമാരഗുപ്തയാണ് സ്ഥാപിക്കുന്നത്. ഇനി വിച്ച് ഹാരപ്പൻ സൈറ്റ് ഷോസ് എവിഡൻസ് ഓഫ് ഡോക്യാർഡ്? നമ്മൾ നേരത്തെ ചോദിച്ചതാണ് 2018 MTSൻ്റെ ഒരു SSC ചോദ്യം. ഹാരപ്പ, ലോത്തൽ, മൊഹൻജൊദാരോ, മനാവലി. റൈറ്റ് ആൻസർ ലോത്തലാണ് ഡോക്യാർഡ് ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്.
ഇനി നമ്മൾ നോക്കുമ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിച്ച് വാസ് എ സെൻറ്റർ ഓഫ് ലേണിംഗ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ? SSC CGL 2014 ചോദ്യമാണ്. മധുരൈ, തക്ഷില, അമരാവതി, അജാന്ത. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ തോന്നാം. ഇതിൽ ഒരു ലേണിംഗ് സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് സർവകലാശാല. തക്ഷിലയാണ്, നമുക്ക് കണ്ണു അടച്ചു പറയാൻ പറ്റും തക്ഷില. ഈ തക്ഷില BC 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് ഒരു വലിയൊരു സെൻറ്ററായിരുന്നു. ഇതിന് 4-ാം നൂറ്റാണ്ടെന്നുള്ള ഒരു കണക്ക് പറയാൻ കാരണം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായ കൗടില്യൻ അല്ലെ ചാണക്യൻ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന ഈ തക്ഷില എന്ന് പറയുന്ന സർവകലാശാലയിലാണ്. തക്ഷില നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ആ ഒരു പ്രദേശത്താണ്, കശ്മീരിൻ്റെ പ്രദേശത്ത്. അവിടുത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പം ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു സെൻറ്ററായിരുന്നു. ഈ തക്ഷശില എന്നും അതിനെ വിളിക്കും. മധുരൈ എന്ന് പറയുന്നത് ഏതാണ്ടൊരു AD 1-ാം നൂറ്റാണ്ടൊക്കെ അടുത്ത് അതൊരു സെൻറ്ററായിരുന്നു. പക്ഷേ അത് നമ്മുടെ സംഘങ്ങൾ, അതായത് എന്താണ്, തമിഴ് സംഘങ്ങൾ കൂടിയ, മുച്ചംഗം കൂടിയിട്ടുള്ള സ്ഥലമാണ്. അമരാവതി ഒരു ലേണിംഗ് സെൻറ്റർ അല്ല, മറിച്ചൊരു ബുദ്ധ മതത്തിൻ്റെ കേന്ദ്രമാണ്. അജാന്ത എന്ന് പറയുന്നതും ഒരു ബുദ്ധമതത്തിൻ്റെ, അതുപോലെ തന്നെ ഈ ചുവർച്ചിത്രങ്ങളിലൊക്കെ ഒരു കേന്ദ്രമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Which king assumed the title of Devanampriya and Priyadarshi? SSC MTS 2020 ഒരു ചോദ്യമാണ്. അശോക ചക്രവർത്തി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഉത്തരം. കനിഷ്ക, അശോക, ചന്ദ്രഗുപ്ത മൗര്യ, സമുദ്രഗുപ്ത. ഈ ദേവനാംപ്രിയദസി അശോക എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ പൊതുവായിട്ടുള്ള രീതിയാണ് ദേവനാംപ്രിയ എന്ന് വിളിക്കുന്നത്. ദേവന്മാർക്ക് പ്രിയങ്കരനായ അശോകൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈറ്റിൽ. ദേവനാംപ്രിയ പ്രിയദസി, പ്രിയദാസൻ അശോകൻ എന്നൊക്കെയുള്ള, അതാണ് പ്രിയദർശി. അത് സംസ്കൃതമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് പാലി ഭാഷയിലെ ഉച്ചാരണമാണ്. ദേവനാംപ്രിയ പ്രിയദസി, ഇത് സംസ്കൃതത്തിൽ പറയുമ്പോൾ ദേവനാംപ്രിയ പ്രിയദർശി എന്ന് പറയും. ഇത് അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ കൊത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരുകൾ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ AD 1838 ഈ പ്രകൃതി ഭാഷ വായിക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു സ്കോളറുണ്ട്. പുള്ളിയാണ് ഇത് ആദ്യമായിട്ട് വായിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം ഇതിനകത്തൊക്കെ ഈ ദേവനാംപ്രിയ പ്രിയദസി എന്ന് പറയുന്ന വാക്ക് പാലി ഭാഷയിൽ കണ്ടു. ഇതാരാന്ന് ഒരു പിടിയില്ല, ഇത് ഈ ആളുടെയാണ് ഈ ശിലാലിഖിതങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അങ്ങനെയുള്ള അതിൻ്റെ ഒരു അന്വേഷണത്തിൽ ശ്രീലങ്കയിലെ മഹാവംശ എന്ന് പറയുന്ന പാലി ഭാഷയിലുള്ള ബുദ്ധമത ഗ്രന്ഥത്തിൽ അശോക ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ദേവനാംപ്രിയ അല്ലെങ്കിൽ പ്രിയദർശി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അതിൽ നിന്നാണ് ഈ ശിലാലിഖിതങ്ങൾ അശോക ചക്രവർത്തിയുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതും അദ്ദേഹത്തിൻ്റെ ടൈറ്റിലായിരുന്നു ഈ ദേവനാംപ്രിയ പ്രിയദർശി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ദ ബാറ്റിൽ ഓഫ് കലിംഗ വാസ് ഫോർട്ട് ഇൻ BC 261, BC 332, BC 321, BC 185. നമുക്ക് 2015 വന്നിട്ടൊരു ചോദ്യമാണ്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൗര്യ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഈ BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ പാടലിപുത്രത്തിലെ ധനനന്ദയുമായിട്ടുള്ള യുദ്ധം അതാണ് നടന്നത്. ആ യുദ്ധത്തിലാണ് ധനനന്ദയെ തോൽപ്പിച്ച് പാടലിപുത്രം പിടിച്ചെടുത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് കൗടില്യൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ അതല്ല. ഇനി BC 261 നോക്കുമ്പോൾ നമ്മുടെ ഈ കലിംഗ എന്ന് പറയുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് മേജർ റോക്ക് എഡിക്റ്റ് 13 എന്ന് പറയുന്ന ശിലാലിഖിതത്തിൽ നമുക്ക് അശോക ചക്രവർത്തി കലിംഗ യുദ്ധം നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ കൊറോണേഷൻ്റെ 8-ാം വർഷമാണ് അത് നടന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. BC 268 അല്ലെങ്കിൽ 69 അദ്ദേഹത്തിൻ്റെ ഒരു യുദ്ധം, അദ്ദേഹത്തിൻ്റെ ഒരു കിരീടധാരണം നടക്കുന്നത്. അതിൻ്റെ 8 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ BC 261 ഈ കലിംഗ യുദ്ധം നടക്കുന്നത്. അപ്പോൾ മേജർ റോക്ക് എഡിക്റ്റ് 13 അനുസരിച്ച് BC 261 എന്ന് നമുക്ക് കാണാം. ഇനി BC 232 അശോക ചക്രവർത്തി മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 247 അദ്ദേഹം 3-ാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട്. BC 185 മൗര്യ സാമ്രാജ്യത്തിലെ അവസാന ചക്രവർത്തിയായ ബൃഹദ്രഥ മൗര്യ മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പുഷ്യമിത്ര ശുംഗനുമായിട്ടുള്ള യുദ്ധമാണ് അതിന് കാരണം. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ബുദ്ധൻ്റെ ജന്മവർഷം നമ്മൾ മനസ്സിലാക്കുന്നതും അശോക ചക്രവർത്തിയുടെ ഒരു എഡിക്റ്റിലാണ്.
ലുംബിനി ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റുമിന്തൈ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷനിൽ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് BC 540 സംതിങ്ങിൽ 43 അടുത്ത് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കൊരു ചോദ്യത്തേക്ക് നോക്കാം. ഹൂ വാസ് ദ ഫസ്റ്റ് തീർത്ഥങ്കർ ഓഫ് ജൈനിസം? 2017 വന്ന ചോദ്യമാണ്. മഹാവീര, പാർശ്വനാഥ, ഋഷഭനാഥ, നമിനാഥ. നമുക്ക് 24 തീർത്ഥങ്കരന്മാരിൽ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭനാഥനാണ്. അദ്ദേഹത്തെ ആദിനാഥൻ എന്നും രുദ്രമഹാദേവൻ എന്നും വിളിക്കും. അതിനുശേഷം നമിനാഥൻ 22ാം തീർത്ഥങ്കരനും. നമിനാഥൻ ശ്രീകൃഷ്ണൻ്റെ കസിനാണ് എന്നാണ് പറയുന്നത്. ഈ ജൈനമതത്തിൽ ശ്രീകൃഷ്ണൻ ഒരു സാധാരണ രാജാവ് മാത്രമാണ്. നമിനാഥനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. പക്ഷേ എന്നാലും 22ാം തീർത്ഥങ്കരൻ എന്നുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ഇനി അതുപോലെ തന്നെ പാർശ്വനാഥൻ 23ാം തീർത്ഥങ്കരനാണ്. നമുക്ക് ജീവിച്ചിരുന്നു എന്ന് ഉറപ്പുള്ള ഒരു തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. മഹാവീറിന് 250 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അവസാനത്തെ തീർത്ഥങ്കരൻ 24ാം തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. അദ്ദേഹം BC 540 നമ്മുടെ ബീഹാർ മഗധ പ്രദേശത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാവീരനും പാർശ്വനാഥനെയും കുറിച്ചുമാണ് നമുക്ക് ഈ പറയുന്ന ഒരു തെളിവ്, ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഹിസ്റ്റോറിക്കലി ലഭിക്കേണ്ടതാണ്. ഇനി ഈ 4 തീർത്ഥങ്കരന്മാരെ നമുക്ക് ആവർത്തിച്ച് ഓപ്ഷൻസിലൊക്കെ വരുന്നതായിട്ട് കാണാം. ഈ 4 പേരെയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ജൈന ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 പേര് വരുന്നത്. ഇനി ഋഷഭനാഥൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ സിംബോളിസം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ഒരു ശിവൻ്റെ ഒരു രൂപമായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. ഒരു മുടി നല്ല നീളത്തിലുള്ള ജഡധാരിയായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരേ ഒരു തീർത്ഥങ്കരൻ ഋഷഭദേവനുമാണ്. അപ്പം ഈ മൗണ്ട് കൈലാസത്തിൽ തന്നെയാണ് അദ്ദേഹം സമാധി ആയത് എന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 50ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് നമ്മുടെ നാഷണൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ RRBയിലും SSCയിലും ഒക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കി. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ബേസ് ചെയ്ത് ഇത്രത്തോളം ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കഴിയും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു സെഷൻ വീണ്ടും കാണാം.